പക്ഷേ വർദ്ധിത വീര്യത്തോടുകൂടി സന്ദീപ് വാര്യർ മാധ്യമങ്ങളെ കാണുകയാണ്. എല്ലാ വിമർശനങ്ങളും സുരേന്ദ്രനെതിരെയാണ്, സുരേന്ദ്രനെതിരെയാണ്. സുരേന്ദ്രനെ മാരാർജി ഭവനിൽ നിന്ന് അടിച്ചിറക്കി ചാണകവെള്ളം തളിച്ചാൽ ആ പാർട്ടി രക്ഷപ്പെടുമെന്നാണ് സന്ദീപ് വാര്യറിൻ്റെ പ്രതികരണം. ഹിന്ദു മേഖല വലിയ രീതിയിൽ ഹിന്ദുക്കളുള്ള മേഖലകളിൽ പോലും പാലക്കാട് ബി ജെ പിക്ക് വോട്ട് കിട്ടിയില്ല. അവിടെയൊക്കെ കോൺഗ്രസിനാണ് വിജയം. ഇത് മതേതരത്വത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒന്നിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് സന്ദീപിൻ്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ രാജിവെക്കേണ്ടത് തന്നെയല്ലേ? അല്ല, അതൊക്കെ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ BJPയുടെ പരാജയത്തിന് സംസ്ഥാന പ്രസിഡന്റുമാർ രാജിവെക്കാൻ തുടങ്ങിയാൽ എക്കാലത്തും പരാജയമാണല്ലോ ഏറ്റവും കൂടുതലുണ്ടായിട്ടുള്ളത്. വിജയിച്ചത് അപൂർവ സന്ദർഭങ്ങളിലല്ലേ. ഒരു രാജഗോപാൽ ജയിച്ചത്, ഒരു സുരേഷ് ഗോപി ജയിച്ചത് ചോദിച്ചാൽ രണ്ട് വിജയങ്ങളുടെ കഥയല്ലേ ഉള്ളൂ സംസ്ഥാന രാഷ്ട്രീയത്തിൽ. അപ്പോൾ അതുകൊണ്ട് രാജിവെക്കണം എന്ന് പറയുന്നതിൽ വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, സന്ദീപ് വാര്യരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നേരത്തെ ഉണ്ടാവും ഒരു പ്രശ്നം. ഇത് വല്ലാതെ വ്യക്തിപരമാക്കി തീർക്കുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലിരുന്ന, അപ്പോൾ ഇതിന് സംശുദ്ധമായ വ്യക്തിത്വം ഉണ്ടായിരുന്ന ഒരുപാട് പേര് ആ പദവിയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇരുന്ന പദവിയാണ്. അന്നും BJPക്ക് വലിയ വിജയമുണ്ടായി എന്നൊന്നും പറയാനാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു നേതാവിനെ, സംസ്ഥാന നേതാവിനെ മുൻനിർത്തി അദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത് ആക്രമിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരാളെ BJP നേതൃത്വം, BJPയിലെ ഒരു പ്രത്യേകത, ജനങ്ങൾ തിരഞ്ഞെടുത്തല്ലല്ലോ പ്രസിഡന്റ് ആവുന്നത്. അഖിലേന്ത്യാ നേതൃത്വം നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അത് മാത്രമല്ല RSSൻ്റെ കൂടിയാലോചനയോടും സമ്മതത്തോടും കൂടിയൊക്കെയാണല്ലോ വരിക. അപ്പോൾ അങ്ങനെ ഒരു സംഘം തീരുമാനിച്ചു BJPയും ഒരു അഖിലേന്ത്യാ നേതൃത്വമൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് കൊണ്ടുവന്ന ഒരാളെ അവിടെ ഇരുത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് സംഭവിക്കുന്ന പരാജയങ്ങൾക്ക് ഒരു വ്യക്തി മാത്രമല്ലല്ലോ ഉത്തരവാദി, പാർട്ടിയാണല്ലോ തീർച്ചയായിട്ടും ഉത്തരവാദി. അങ്ങനെ കാണേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കൂട്ടത്തിൽ പാർട്ടിക്ക് നിരക്കാത്ത വിധത്തിൽ പെരുമാറുന്ന ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കേണ്ടതും പുറത്ത് കൊണ്ടുവരേണ്ടതുമാണ്. അതിലിപ്പോൾ പാർട്ടി അറിയാതെ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ, അഴിമതിയുണ്ടോ, അല്ലെങ്കിൽ കഴിവുകേടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ കുറ്റമാണ്. അങ്ങനെ കഴിവുകെട്ട ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ടെങ്കിൽ. പിന്നെ സന്ദീപ് വാര്യർക്ക് ഈ സുരേന്ദ്രനെതിരെ ന്യായമായി ഉന്നയിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ട്. അത് നേരത്തെയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്ന്, സന്ദീപ് വാര്യരെ പോലെ കാലിബറുള്ള, കഴിവും സാധ്യതയുമുള്ള ലീഡർഷിപ്പിനെ അംഗീകരിക്കുന്നതിൽ, താഴെ വളർന്നു വരുന്ന നേതാക്കളെ വേണ്ട വിധം വളർത്തുന്നതിലും പരിഗണിക്കുന്നതിലും ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് ഒന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അത് അദ്ദേഹം നേരിട്ട് അറിഞ്ഞ സംഗതിയാണ്, അദ്ദേഹത്തിന് പറയാം. രണ്ട്, പാലക്കാട്ടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് പാർട്ടിയിലെ വിഭാഗീയതയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഒത്തുതീർപ്പ് രാഷ്ട്രീയം വലിയ തോതിൽ നടക്കുന്നു. ഈ മൂന്നാമത്തെ കാര്യത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റേത് രണ്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായി ഉയർത്തിക്കൊണ്ട് വരാവുന്നതാണ്. ഒരുപക്ഷെ ഇന്ന് വൈകാരികമായ ആവേശത്തോടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൂടി അധ്വാനിച്ചതിൻ്റെ ഫലമായി BJPക്ക് വലിയ പരാജയം ഉണ്ടാവുകയും UDFന് വലിയ വിജയം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആവേശപൂർവ്വം ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ അതിൽ മൂന്നാമത്തെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ പാർട്ടി വിട്ടപ്പം ഒരുപാട് BJP പ്രവർത്തകർ, സംഘപ്രവർത്തകരൊക്കെ എനിക്കെതിരെ തിരിയുന്നുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള സങ്കടമുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഉന്നയിച്ച കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ, നിങ്ങളത് പഠിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അത് നല്ലതാണ് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ദീർഘനാളത്തേക്ക് പറയാവുന്ന ഒരു പൊളിറ്റിക്സ് അല്ല അത്. അദ്ദേഹം വിട്ടുപോകുന്നത് BJPക്കകത്ത് ചർച്ചയാകേണ്ടതുണ്ട്. ഒരു സന്ദീപ് വാര്യർ പോയെങ്കിൽ ഇനി ഒരു സന്ദീപ് വാര്യർ ഉണ്ടാവാതെ നോക്കേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ പാർട്ടി എന്തുകൊണ്ട് വളരുന്നില്ല എന്നതിന് സന്ദീപ് വാര്യർ പുറത്തു പോയതിന് ശേഷമെങ്കിലും പറഞ്ഞ കാരണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അത് BJPയുടെ നന്മക്ക് ഉപകരിച്ചാൽ നല്ലത് എന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ഇനി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പണിയല്ല, അദ്ദേഹത്തിന് ദൗത്യം അതല്ല. ഇനിയുള്ള കാലം അദ്ദേഹത്തിന് കോൺഗ്രസിനെ എങ്ങനെ നന്നാക്കാം, കോൺഗ്രസിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, കോൺഗ്രസിലൂടെ സന്ദീപ് വാര്യർക്ക് എങ്ങനെ വളരാം, ഇത് രണ്ടും ചേർന്നാണല്ലോ. വ്യക്തിയും പ്രസ്ഥാനവും ഒരുമിച്ച് വളരാൻ എന്ത് വഴി എന്നാണ് ആലോചിക്കേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ അപ്പുറത്ത് പോകുമ്പോഴും അദ്ദേഹം പറയുന്നത് BJP
BJP എങ്ങനെ നന്നാക്കണം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, അതിപ്പോൾ തൽക്കാലത്തേക്കുള്ളൊരു പ്രതിഭാസമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പോയ ഉടനെ, കാരണം ബി ജെ പിക്കാർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ പോക്ക് ബോധ്യപ്പെടാത്ത ഒരു വലിയ വിഭാഗം ഉണ്ടല്ലോ, അവർ വലിയ തോതിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിഷ്കളങ്കരായ മനുഷ്യരാണ്, അവർക്ക് തെറി പറയാനേ അറിയുള്ളൂ, അദ്ദേഹം അതുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കൂടി ഒന്ന് ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഒന്ന് പറയുന്നതായിരിക്കും അത്. അതിലപ്പുറമൊന്നും ബുദ്ധിയുള്ള സന്ദീപ് വാര്യർ എന്ന നേതാവ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റിനിടയിൽ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. പാലക്കാട്ടെ പരാജയത്തിൻ്റെ പാലക്കാട്ടെന്നല്ല, കേരളത്തിലും പാർട്ടി വളരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒത്തുതീർപ്പാണ്, അല്ലെങ്കിൽ ഒത്തുകളിയാണ്. അതും അല്ലെങ്കിൽ എന്താണ് പറയുക, ഈ വീതം വെപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹം പറയുന്നത് ബലിദാനികളെ, ശ്രീനിവാസന്റെ കൊലക്ക് ഇടയാക്കിയ പ്രതികൾ, അവർക്ക് ജാമ്യം കിട്ടി. ഇതിന് പിന്നിൽ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറും ഉണ്ട്, ഇത് അന്വേഷിക്കണം. അവർക്ക് ജാമ്യം കിട്ടി. അതേ സമയത്ത് അതിൻ്റെ കൗണ്ടർ കേസിൽ, മറ്റൊരാളെ കൊന്ന കേസിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട് BJP-ക്കാരനായി. അതാരാണ് പരസ്പരം രക്ഷിക്കുന്നത്? ഒരു ചോദ്യം ഉണ്ടല്ലോ. രാഷ്ട്രീയ കുറ്റവാളികളെ പരസ്പരം രക്ഷിക്കുന്ന ഒരു കൾച്ചർ എത്രയോ കാലമായി കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത് സന്ദീപ് വാര്യർ ഉയർത്തിയത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആർക്കാണ് നഷ്ടം ഉണ്ടാക്കുക? ഭരണകത്തിലിരിക്കുന്ന എത്രയോ കാലമായി ഭരിക്കാൻ കെൽപ്പുള്ള CPM-നല്ല നഷ്ടം ഉണ്ടാക്കുക. പതുക്കെയെങ്കിലും പതുക്കെ വളർന്ന് ഭരണത്തിലേക്കും അധികാരത്തിലേക്കും വരാൻ താല്പര്യപ്പെടുന്ന BJP-ക്കാണ് നഷ്ടം ഉണ്ടാക്കുക. ഒന്ന്. അതുപോലെ കൊടകര കേസിനെ, ഇപ്പോൾ കരുവന്നൂർ കേസിനെ കൊടകര കേസ് കൊണ്ട് രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, BJP നേതാവിനെതിരെ വന്ന ഒരു കേസിനെ CPM നേതാക്കൾക്കെതിരെ വരുന്ന കേസുകൊണ്ട്, അല്ലെങ്കിൽ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വരുന്ന കേസുകൊണ്ട് മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ പരസ്പരം രക്ഷപ്പെടുത്തുന്നു. ഇത് പണ്ടും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിപ്പോൾ എല്ലാവരോടും ഈ സ്ട്രാറ്റജി പ്രയോഗിക്കുന്നുണ്ട്. കോഴിക്കോട് ഐസ്ക്രീം കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന ആരാണ്? ഇപ്പോൾ അതുപോലെ തന്നെയാണ് AR നഗർ സർവീസ് ബാങ്കിലെ ക്രമക്കേടിനെ, അഴിമതിയെയും ആരാണ് രക്ഷപ്പെടുന്നത്, ആരാണ് മറച്ചു പിടിക്കുന്നത്? KT ജലീൽ എന്ന് അവിടെ സമരം ഉദ്ഘാടനം ചെയ്താൽ അതോടുകൂടി അവസാനിക്കുന്ന ഒരു സമരമായി തീർന്നത് എങ്ങനെയാണ്? ആരാണ് ഇടപെട്ടത്? തുടങ്ങിയ ഈ ഒരു ഒത്തുതീർപ്പിൻ്റെ ഫോർമുല ഉണ്ടല്ലോ. ഇപ്പോൾ മാസപ്പടിയുടെ ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് പിണറായി വിജയൻ്റെയും മോളുടെയും പേര് മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെയും പേര് വരുന്നു. അങ്ങനെ വരുന്ന ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു രാഷ്ട്രീയം, വീതം വെപ്പിൻ്റെ രാഷ്ട്രീയം ഉണ്ട്. ഇനി BJP കേരളത്തിൽ പച്ച പിടിക്കാത്തതിൻ്റെ അടിസ്ഥാന കാരണം ആ പറഞ്ഞതിലുണ്ട്. പച്ച പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ വിപുലമായ വിജയസാധ്യത ഉണ്ടായിട്ടും UDF-നും LDF-നും മധ്യേ ഒരു തേർഡ് ഫോഴ്സായിട്ട് പ്രതീക്ഷയോടെ ജനങ്ങൾ കാണുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് BJP മുന്നേറാൻ സാധിക്കാത്തത് എന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഈ ഒത്തുതീർപ്പാണ്. കാരണം പിണറായി വിജയനെ മുഖ്യ എതിരാളിയായി, പിണറായി വിജയനെയും CPM-നെയും മുഖ്യ എതിരാളിയായി കാണുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ പൂട്ടാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണ്ടേ? അത് ഉപയോഗിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടുത്തിയത് ആരാണ്? എത്ര ലാവ്ലിൻ കേസ് തൊട്ട് ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ വീണയ്ക്കെതിരായിട്ടുള്ള കേസുകൾ വരെ അതിൻ്റെ ഗുണമൊന്നും കിട്ടുന്നുമില്ല. അതാരാണ് രക്ഷപ്പെടുത്തിയത്? രക്ഷപ്പെടുത്തിയതിൻ്റെ ഗുണം എന്താണ്? ഈ ഒത്തുതീർപ്പ് എവിടെയൊക്കെയോ ഇല്ലേ? ഇപ്പോൾ ഒരു ചോദ്യം, BJP കേരളത്തിൽ രക്ഷപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം സന്ദീപ് വാര്യർ പറഞ്ഞ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട്, സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ സംഭവിച്ച അപാകത. അത് തീർച്ചയാണല്ലോ, അദ്ദേഹം പറയാതെ തന്നെ അത് കൃത്യമാണ്. സന്ദീപ് വാര്യരായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ, BJP-ക്ക് വേണ്ടി സന്ദീപ് വാര്യർ മത്സരിച്ചിരുന്നെങ്കിൽ പാലക്കാട്ടെ ചിത്രം മാറുമായിരുന്നു. ആളുകൾ കാണുന്നത് എന്താ കാരണം? ആളുകൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായി മുഖം നോക്കാതെ അതിരൂക്ഷമായി, അതിശക്തമായി, ആഴത്തിൽ പഠിച്ച് വിമർശിക്കുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൻ്റെ മുൻകൈ അവന് കിട്ടി, തീർച്ചയായിട്ടും ആ നേതാവിന് കിട്ടി. അതേസമയത്ത് തത്തുല്യമായ അളവിൽ ആ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ചിത്രം ഇതാവുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇനിയും തീരുമാനിക്കേണ്ട ഒരു കാര്യം ഇതാണ്, BJPക്ക് കേരളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ദേശീയ തലത്തിലുള്ള ഫോർമുല, ദേശീയ തലത്തിൽ ആരാ മുഖ്യ ശത്രു? കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഈ ഒത്തുതീർപ്പ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കളികളുണ്ടല്ലോ, BJP ഒത്തുതീർപ്പെന്നാണോ? അല്ല, ഞാൻ പറയുന്ന അത്തരത്തിൽ BJP പലപ്പോഴും അന്നേരത്ത് ആവശ്യമുള്ളപ്പോൾ CPM-നോട് ഒത്തുകളിക്കും, കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. മാഷി പറഞ്ഞ പോലെ പല പിണറായിക്കെതിരെയുള്ള, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പല കേസുകളിലും യാതൊരു നടപടിയും ഇല്ലാത്തതിൻ്റെ അതുകൊണ്ടായിരിക്കാം.
നടപടിയില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത്. അങ്ങനെ ഉള്ള ഒത്തുകളി ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിൻ്റെ ഭരണകാലത്ത് സി പി എമ്മിനെ നേരിടാത്ത കാലത്തോളം ബി ജെ പിക്ക് ഇവിടെ സംസ്ഥാനത്ത് പച്ചപിടിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതിന് പകരം കേന്ദ്രത്തിൽ കോൺഗ്രസ് അല്ലേ, അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ കേരളത്തിൽ സി പി എം ഭരിച്ചുകൊള്ളട്ടെ, ഇടതുപക്ഷം നമ്മുടെ ശത്രുവല്ല എന്ന ഒരു ഫിലോസഫി പോലും പതുക്കെ ബി ജെ പിക്കാർക്കെതിരെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നഷ്ടം കേരളത്തിലെ ബി ജെ പിക്കായിരിക്കും. കേരളത്തിലെ ബി ജെ പിക്ക് തീർച്ചയായിട്ടും സി പി എമ്മിനെ തോൽപ്പിച്ചിട്ട് ഇവിടെ വളരാമെന്ന് വ്യാമോഹിക്കാൻ കഴിയില്ല. അതാണ് സംഭവിക്കുക. ഇപ്പോൾ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഏത് ഫോർമുലയാണോ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാനും അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനും ഉപയോഗിക്കുന്നത്, അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ വില പോകില്ല എന്നൊരു പഠനം കൂടിയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ്? അതായത് കൂടുതലും വർഗീയത അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ കേരള മനസാക്ഷിയെ തങ്ങളുടെ ഇഷ്ടപ്പെട്ടൊരു പാർട്ടിയായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല. അതല്ലാതെ അതിനോടൊപ്പം തന്നെ മറ്റ് പല ജനകീയ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ കയറുകയല്ലേ ശരിക്കും വേണ്ടത്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ അവസാനിപ്പിക്കാം. കാരണം ഇന്ത്യൻ ബി ജെ പിയുടെ നയപരിപാടികളുമായി കേരളത്തിൻ്റെ മണ്ണിൽ ബി ജെ പി അതേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴും കേരളത്തിൻ്റേതായ നയപരിപാടികളിലേക്ക് മാറിയില്ലെങ്കിൽ കേരളത്തിൽ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കേരളം ഇന്ത്യയല്ല, പലപ്പോഴും ഇന്ത്യക്ക് മുമ്പേ നടന്ന ഒരു മണ്ണാണ്. ആ ഓർമ്മ ബി ജെ പിക്ക് ഉണ്ടാവേണ്ടതാണ്. അത് നയത്തിലും പരിപാടിയിലും വർഗീയതയുള്ള സമീപനത്തിലുമൊക്കെ മതസൗഹാർദ്ദം വേണം, ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞതിനാണ് സന്ദീപ് വാര്യരുടെ പേരിൽ ബി ജെ പി മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് ഹലാൽ വിഷയത്തിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന നിയമത്തിന് കൂട്ടുനിന്നാൽ ആരായാലും ബി ജെ പിയുടെ തന്നെ അണികൾ വെറുക്കും, സാധാരണക്കാരായ ബി ജെ പിയുടെ അനുഭാവികൾ വെറുക്കും, ബി ജെ പിയുടെ സുഹൃത്തുക്കളും വെറുക്കും, അയൽക്കാർ വെറുക്കും. അതല്ല കേരളത്തിൻ്റെ നയം. വർഗീയത ചർച്ച ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഫോക്കസ് ചെറുതായിട്ട് മറ്റു വിഷയങ്ങൾ, യഥാർത്ഥ വർഗീയത ചർച്ച ചെയ്യുക തന്നെ വേണം. അതേ സമയത്ത് അനാവശ്യ വർഗീയത ഉയർത്തിക്കൊണ്ടുവരുന്ന അജണ്ടകൾ കേരളത്തിന് ചേർന്നതല്ല.